السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وخاتم النبيين أنيس العريبين راحة العاشقين. اللهم صل وسلم وبارك على سيدنا ونبينا مصطفى محمد صلى الله عليه وسلم. സർവാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പവിത്രമായ മാസത്തിലും രാവിലുമാണ് നാം നിലകൊള്ളുന്നത്. വിശുദ്ധമായ റമദാൻ 15 രാവിലാണ്, ബറാത്ത് രാവിലാണ് നാം നിലകൊള്ളുന്നത്. വീടാന്തരങ്ങളും പള്ളിയാന്തരങ്ങളിലും വിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതപ്പെടുകയാണ്. സ്വലാത്തുകൾ, ദിക്റുകൾ, അതുപോലെ ആരാധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പറയപ്പെടുന്ന വിശുദ്ധമായ വാക്യം ഇറങ്ങിയ ഒരു മാസം കൂടിയാണ് ഈ വിശുദ്ധമായ ശഅബാൻ. ഈ ശഅബാൻ പവിത്രമായ രാവിൽ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് 1-2 കാര്യങ്ങൾ നാം നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണല്ലോ. ആ നിസ്കാരത്തിൻ്റെ പുറത്ത് ഒരുപാട് തസ്ബീഹുകളും ദിക്റുകളും നടത്തിയവരുമാണ്. എന്നാൽ ഈ ബറാഅത്ത് രാവിലെ, ഈ പവിത്രമായ രാവിലെ ഒരു 3 യാസീൻ നിങ്ങൾ പാരായണം ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഓരോ യാസീൻ ഓതുന്നതിൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുക. നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകാൻ വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് യാസീൻ ഓതി ദീർഘായുസ്സിന് വേണ്ടിയും ആരോഗ്യത്തിനും വേണ്ടി ദുആ ചെയ്യുക. ദീർഘായുസ്സിനും ആരോഗ്യത്തിനും രണ്ടും വേണം. ദീർഘായുസ്സും ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം കൂടി വേണം. ഇവ രണ്ടിനും പാടെ എന്ത് ചെയ്യണം? നല്ലവണ്ണം പടച്ച റബ്ബിനെ ഒരു ദുആ ചെയ്യണം യാസീൻ ഓതി കഴിഞ്ഞ്. രണ്ടാമതും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. വീണ്ടും സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. അതിൽ റിസ്ക്, ഭക്ഷണ വിശാലതക്ക്, ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ നടത്തണം. ഭക്ഷണം നമുക്ക് പല ഭാഗത്തുനിന്നും കിട്ടും. ആ ഭക്ഷണത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. മൂന്നാമതും സുന്നത്ത് നിസ്കരിക്കണം. എന്നിട്ട് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യണം. അതിൽ നമ്മുടെ അന്ത്യം, നമ്മുടെ മരണം നന്നാവണം, നന്നായ മരണമാവണം. അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ വിടുവിട്ടിട്ടല്ല നമ്മൾ മരിക്കേണ്ടത്. അതുമാത്രമല്ല, നമ്മൾ ഈമാനോടുകൂടെ മൗത്താവണം. അതാണ് വേണ്ടത്. ഈമാനോടുകൂടെ മൗത്താവണം. അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഈ 3 യാസീൻ ഓതൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം സൂറത്തു ദുഖാൻ പാരായണം ചെയ്യണം. സൂറത്തു ദുഖാൻ സൂറത്തിലെ 44-ാമത്തെ സൂറത്താണ്. ഖുർആനിലെ 44-ാമത്തെ
സൂറത്താണ് സൂറത്തു ദുഖാൻ. അത് പാരായണം ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്ർ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതുപോലെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്റും ചൊല്ലുക. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിട്ടോ അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? സ്വലാത്തുൽ ഫിർദൗസ്. സ്വലാത്തുൽ ഫിർദൗസ് ഒരുപാട് ചൊല്ലണം. 100 1000 എത്ര വേണമെങ്കിലും ചൊല്ലണം. സൂറത്തുൽ ഫിർദൗസ്, സ്വലാത്തുൽ ഫിർദൗസ് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സ്വലാത്താണ് സ്വലാത്തുൽ ഫിർദൗസ്. ഈ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ നാളെ നോമ്പാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നോമ്പ് നോൽപ്പിക്കണം. 10 വയസ്സായാൽ കുട്ടികളോട് നോമ്പ് എടുക്കാൻ കൽപ്പിക്കണം, എടുപ്പിക്കണം കുട്ടികളെ കൊണ്ട്. അല്ലേ? ചെറുപ്പകാലത്തിൽ പഠിച്ച ശീലം മറക്കുമോ മനുഷ്യൻ്റെ കാലം എന്നാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കുട്ടികളെ ശീലിപ്പിച്ച് കൊടുന്നാൽ വലുതാവുമ്പോൾ അത് പറയാതെ തന്നെ ചെയ്തു കൊള്ളും. എൻ്റെ പ്രിയപ്പെട്ടവരിതൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഓർമ്മ കരുതുന്നു. അർഹമർറാഹിമീനായ പടച്ച റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. വല്ല അപാകതകളുമുണ്ട്, അതൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകി. എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖുർആൻ പാരായണങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.